അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹുസൈൻ എന്നാണ്. ഞാൻ ഐത്തിമ ഉസ്താദിൻ്റെ 2 വാക്ക് കടമെടുക്കുകയാണ്. ആലുവ അടുപ്പിന് ആലുവയില്ല, ടൈഗർ ബിസ്ക്കറ്റിന് ടൈഗർ ഇല്ല. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ പല മജ്ലിസും നടക്കുന്നുണ്ട് പല ഭാഗത്തും. അപ്പോൾ പല മജ്ലിസിൽ നിന്നും പറയുന്നുണ്ട് ഈ മജ്ലിസിൽ റസൂലുള്ള വന്നു, ഈ മജ്ലിസിൽ റസൂലുള്ളാൻ്റെ ചിരിച്ചു വന്ന മുഖമുണ്ട്. അതേപോലെ പല ആളും പറയുന്നുണ്ട് 70 വയസ്സ് വരെ ആയിഷ ബീവി ജീവിച്ചിരുന്നു. അങ്ങനത്തെ വല്ല അനുഭവവും ആയിഷ ബീവി പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അനുബന്ധമായി ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? നമുക്ക് ഒന്നിച്ച് പറയാം. ഒരു ചോദ്യമുണ്ട്, സമയമില്ലാത്ത കൊണ്ടോ അനുബന്ധം. അസ്സലാമു അലൈക്കും ഉസ്താദ്, എൻ്റെ പേര് മുഹമ്മദ് അലി. എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ സഹോദര മതസ്ഥരോട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, ആകാശഭൂമി പഠിച്ചവൻ ബാക്കി സകലം പഠിച്ചവൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തിരിച്ചൊരു ചോദ്യം, ഇത്രയും വലിയ ഒരു ശക്തി, ആ ശക്തി അങ്ങനെ അവിടെ എത്തി, ആ ശക്തിയെ പഠിച്ചത് ആരെന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യം. നമുക്കൊരു രണ്ടാമതൊരു സിറ്റിംഗ് വളരെ മസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്ക് വളരെ വിശദീകരിക്കേണ്ട സംഗതികളാണ്. ഓക്കെ, രണ്ട് ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒരു ചോദ്യം അതും കൂടി. ഇതില് ഞാൻ എത്ര ഇരിക്കാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്കുള്ള സാങ്കേതികത്വമാണ് എനിക്കുള്ള സാങ്കേതികത്വം. ഇതിൽ ഞങ്ങൾ നേരത്തെ 3 മണിക്ക് തുടങ്ങണം ആഗ്രഹിച്ചത് ഇക്കാരണം കൊണ്ടാണ്. ഇത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ 3 മണിക്ക് തുടങ്ങാൻ വിചാരിച്ച 5 മണിക്കാണ് തുടങ്ങിയത്. അസ്സലാമു അലൈക്കും ഉസ്താദിന്റെ പേര് ആസിം. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ഫ്രീ വിൽ ആണല്ലോ. ഫ്രീ വിൽ പൊതുവേ നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഫ്രീ വിൽ. അതോടൊപ്പം ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം പ്രപഞ്ചം ഡിറ്റർമിനിസ്റ്റിക് ആണെന്നും കൂടി പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം ലോസ് ഓഫ് ഫിസിക്സ് അനുസരിച്ചുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് ഫ്ലോ ആണെന്ന് കൂടി ഉള്ള അറിവുണ്ടായിരിക്കെ ഫ്രീ വില്ലിനെ കുറിച്ചിട്ട് ഉസ്താദിന്റെ അഭിപ്രായം എന്താ? 3 ചോദ്യം, വളരെ ഷാർപ്പായ 3 ചോദ്യം. ഒരു മിനിറ്റ് ഷരീഫ്, ലാസ്റ്റ് ഇതും കൂടി. ഓക്കെ, ചോദിക്കൂ. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ജാഫർ. ഉസ്താദ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ ഒരു മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് മുസ്ലിമായി. ഇതേപോലെ മറ്റു വിശ്വാസികൾക്ക്, ഇതര മതവിശ്വാസികൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്? നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് നരകത്തിൽ പോകാതിരിക്കാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. പലപ്പോഴും വയലെന്ന നരകം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണം. പലപ്പോഴും ശിക്ഷകൾ പഠിപ്പിച്ചിട്ട് ഭയാനകമായ ഒരു മതമായിട്ടാണ് ഇസ്ലാം നമ്മൾ പഠിച്ചത്. അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങനെ മറ്റൊരു ഇതര മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താം? നമുക്ക് അവിടത്തേക്ക് എത്താം. ചോദ്യം യൂട്യൂബിൽ നമ്മൾ ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ ലൈവിൽ വന്നൊരു ചോദ്യം ഒരു അവിശ്വാസി ചോദിച്ചതാണ്. എന്നോട് മറന്നുപോയാലേ ചോദ്യങ്ങൾ നമുക്ക് ക്രമത്തിൽ അവിടത്തേക്ക് എത്താം. രണ്ടും കൂടി ചോദിക്കും. അല്ല, അത് ഒരു ചോദ്യം ആദരനബിക്ക് മുമ്പ് തന്നെ ലോകത്ത് മനുഷ്യന്മാരുണ്ടോ എന്നുള്ള വളരെ വാലിഡായ ചോദ്യമാണത്. ഓക്കെ, രണ്ടാമത്തത് നമ്മുടെ ഒരു പ്രവാസിയായ നമ്മുടെ ക്ലബിന്റെ മെമ്പർ ഗൾഫിൽ നിന്ന് ചോദിച്ചാൽ ഈ പാപങ്ങളിൽ നിന്ന് മുക്തമാവുന്ന മനുഷ്യർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു ഉപദേശം കൂടി അത് വെച്ചാൽ. ഓക്കെ, ഒന്ന് ഈ പറയുന്ന നമ്മൾ അറിയാത്ത സാന്നിധ്യങ്ങൾ ഉണ്ടാകാതിരിക്കാം, നമുക്കത് നിഷേധിക്കാൻ വകുപ്പില്ല. ഇപ്പോൾ ഞാനതുകൊണ്ടാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പം നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട NDE എന്ന് പറയും, അല്ലെങ്കിൽ തനാട്ടോളജി, സ്റ്റഡി അബൌട്ട് ദി സോൾ, ഡെത്ത്, മരണ, ആത്മാവ് സംബന്ധിയായിട്ടുള്ള പഠനങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളാണ് അതൊക്കെ. അപ്പോൾ എൻ്റെ തന്നെ അടുത്ത് അതിൻ്റെ PDF ഒക്കെ നിങ്ങൾ എക്സ്ട്രാ റീഡ് താല്പര്യപ്പെടുന്നെങ്കിൽ ഞാൻ തരാം. ഇപ്പോൾ റയമണ്ട് R. മോഡിയുടെ ഒരു പുസ്തകമുണ്ട്, ലൈഫ് ആഫ്റ്റർ ലൈഫ്. അതിൻ്റെ ചട്ടപ്പുറത്തിനുള്ളത് 22 മില്യൺ കോപ്പീസ് സോൾഡ് എന്നാണ്, 22 മില്യൺ കോപ്പികൾ വിറ്റുപോയി. ആ പുസ്തകത്തിലൊക്കെ പറയുന്ന കാര്യമാണ്, ആത്മാക്കൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നവരിൽ 4% ആളുകൾ മാത്രമാണ് നിലവിൽ എലൈവായവർ. ബാക്കി 96% ആളുകളും നേരത്തെ മരണപ്പെട്ടു പോയ ഫോർഫാദേഴ്സോ മെൻഡേഴ്സോ ഒക്കെയാണ്, മാതാപിതാക്കളും ഗുരുക്കന്മാരൊക്കെയാണ്. ഈ 4% ആൾക്കാർ മാത്രമാണ് മരിക്കുമ്പോൾ അടുത്തുള്ള റിലേറ്റീവ്സ്, ഭർത്താവ്, ഭാര്യ, മക്കൾ, ഡോക്ടേഴ്സ്, നേഴ്സ്. ഇത് ഈ മരിക്കുന്ന മനുഷ്യന്റെ അനുഭവം മരണത്തിന്റെ മുൻപിൽ നിന്ന് തിരിച്ചു വന്നവരോട് നടത്തിയ സർവേ അടക്കമുള്ള പഠനങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ആ ഭാഗം അവിടെ ഉദ്ധരിക്കാൻ കാരണം അവിടെ എല്ലാ സ്റ്റഡീസും വളരെ റെലവൻ്റാണ്. കണ്ണ് കാണാത്ത ആൾക്കാർ പോലും, കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ പോലും ഈ പറയുന്ന കേട്ടറിവുള്ള വ്യക്തികളെ അനുഭവിക്കുന്നു എന്ന്. മരിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്രയും കാലം ഇതൊക്കെ കേട്ടപ്പോൾ അശ്രദ്ധയിലായിരുന്നു, പക്ഷേ ഫകശഫ്ന അൻക ഗിതാഅക്, ഇപ്പൊ കണ്ണിന്റെ മുമ്പിലുള്ള മൂടി നാം നീക്കി, ഫബസറുക്കൽ യൗമ ഹദീദ്, ഇപ്പൊ ഇരുമ്പിന്റെ കാഴ്ചയാണല്ലോ എന്നൊക്കെ മീൻസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാന്നിധ്യങ്ങൾ, അള്ളാഹു കൈകൃത്യാവകാശം നൽകുന്ന ആത്മാക്കൾ, ഈ 3 തരം ആത്മാക്കളാണുള്ളത്. ആൾ മരണപ്പെട്ടു പോയാൽ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ, അള്ളാഹുവിൻ്റെ അരികെ സ്വീകരിക്കപ്പെടുന്ന ആത്മാക്കൾ,
അവരിൽ നിന്ന് തന്നെ നല്ല ശുഹദാക്കളുടെ ആത്മാക്കളൊക്കെ പച്ചച്ചിറകുള്ള പക്ഷികളായി മാറ്റപ്പെട്ട് പാറിക്കളയ്ക്കും എന്നും അവർക്ക് ഭക്ഷണം നൽകപ്പെടുമെന്നും അവർ ഐഹിക ലോകത്ത് അവർക്ക് അനുഭവമുള്ള അവർക്ക് വേണ്ട ആളുകളെ സന്ദർശിക്കും എന്നുമൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ്. അപ്പം മരണപ്പെട്ടു പോയ ആൾക്കാർ അള്ളാഹു കൈകൃത്യാവകാശം നൽകപ്പെട്ട ആത്മാക്കളാണെങ്കിൽ ഭൗതിക ലോകം സന്ദർശിക്കും, കാര്യങ്ങളൊക്കെ കാണും, എന്നിട്ട് തിരിച്ചു പോകും എന്നുള്ളത് വളരെ സുവിദിതമായ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസമാണ്. നിഷേധിക്കാൻ ഒരു വഴിയുമില്ല. പിന്നെ ഇത് മുൻഗാമികളായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ മുൻഗാമികളായ ആളുകൾ ധാരാളം അവർ അനുഭവിച്ച ആത്മാക്കളുടെ ലോകത്തുള്ള ആളുകളുമായിട്ടുള്ള സഹവാസങ്ങളെ സംബന്ധിച്ചും അവരുടെ അനുഭവങ്ങളെ സംബന്ധിച്ചും സവിസ്തരം സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഫ്രീ വില്ലിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് ഒരാളൊരു ചോദ്യം ചോദിച്ചല്ലോ. ഫ്രീ വില്ലിൻ്റെ മുമ്പ് ആ ചോദ്യത്തിന് ശേഷം ഒരു ചോദ്യം വന്നല്ലോ. മുഹമ്മദ് അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചതെന്നാണോ ഈ ചോദ്യം? നോക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം പറയുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് പറയുന്നത് ലം യലിദ് വലം യൂലദ് എന്നാണ്. മറ്റൊരാളാൽ ഉണ്ടാക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത, മറ്റൊരാൾ ജനിപ്പിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് ഇസ്ലാം പറയുന്ന അള്ളാഹു. അതായത് നാം ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്ഥലം, സമയം, ദ്രവ്യം, ഊർജം, ഈ സാധനങ്ങളെ നമ്മൾ ആത്യന്തികമായി ആകെ പരിശോധിച്ച് നോക്കിയാൽ മറ്റൊരാൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ ഇതിവിടെ ഉണ്ടാവുകയുള്ളൂ, സ്വയം ഉണ്ടാവാൻ കഴിയില്ല എന്ന് വ്യത്യസ്തമായ തെളിവുകളിലൂടെ, ആ തെളിവുകളിലേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് സമയം പരിമിതമാണ്. കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, കണ്ടിൻജൻസി ആർഗ്യുമെന്റ്, ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ന്യൂനതകൾ പരിശോധിക്കുന്ന ഏത് ഫിലോസഫി എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ ശേഷം ചോദിച്ച സഹോദരൻ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ കൊസാലിറ്റി, കോസ് ആൻഡ് എഫക്ഷൻ റിലേഷൻ വെച്ച് നോക്കിയാലും, എങ്ങനെ നോക്കിയാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു ശക്തി ഉണ്ടാക്കിയാൽ മാത്രം ഉണ്ടാവുന്നതാണ് എന്ന് ബോധ്യപ്പെടും. അപ്പോൾ അവിടെ വരുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്, അങ്ങനെയാണെങ്കിൽ ഇതിനെയെല്ലാം ഉണ്ടാക്കിയ ഒരു ശക്തി ഉണ്ടാവണം. ആ ശക്തിയെ മറ്റൊരാൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവുകയും വരരുത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് നാം പറയുന്നത് അൺകോസ്റ്റ് കോസാണ്. വേറെ കാരണങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായ ഒരു കാരണമല്ല. അൺഡിസൈൻഡ് ഡിസൈനറാണ്. വേറെ ഒരാൾ ഡിസൈൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഡിസൈനർ അല്ല. ഇത് ഏതുപോലെയാണ് ഈ ആലോചന എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, മൊണാലിസ എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചത് ഡാവിഞ്ചിയാണ്. ഞാൻ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. മൊണാലിസ എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചത് ഡാവിഞ്ചി എന്ന് പറയുന്ന കലാകാരനാണ് എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഡാവിഞ്ചിയെ ആരാണ് വരച്ചത്? കാരണം വരക്കപ്പെടേണ്ട ഒരു ചിത്രമല്ല ആര്? ഡാവിഞ്ചി. ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു കവിത പാടിയത് യേശുദാസാണെന്ന് ഒരാൾ പറഞ്ഞു. ആളാണോ പാടിയത് അല്ലെന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ മിയറാജ് രാവിലെ കാറ്റ് എന്നുള്ള പാട്ട് പാടിയത് എരഞ്ഞോളി മൂസയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചോദിക്കാൻ പാടില്ല? അങ്ങനെയാണെങ്കിൽ എരഞ്ഞോളി മൂസയെ ആരാണ് പാടിയത് എന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആലപിക്കപ്പെടേണ്ട ഒരു ഗാനമല്ല എന്ത്? എരഞ്ഞോളി മൂസ എന്ന് പറയുന്നത് പോലെ വേറെയാൾ ഉണ്ടാക്കേണ്ട ഒരു ചരക്കല്ല എന്ത്? അള്ളാഹു. വരക്കപ്പെടേണ്ട പൂവല്ല ഡാവിഞ്ചി എന്നതുപോലെ ആലപിക്കപ്പെടേണ്ട പാട്ടല്ല യേശുദാസും ഈ പറയുന്ന എരഞ്ഞോളി മൂസയും എന്ന് പറഞ്ഞതുപോലെ വേറെ ഒരാൾ ഡിസൈൻ ചെയ്യേണ്ട, വേറെ ഒരാൾ പടക്കേണ്ട വസ്തുവല്ല എന്ത്? അള്ളാഹു. അതുകൊണ്ടാണ് ആ സത്യം വിശുദ്ധ ഖുർആൻ ആദ്യമേ പറയുന്നത് ലം യലിദ് വലം യൂലദ്. അവനെ വേറൊരാൾ ഉണ്ടാക്കിയിട്ടില്ല. മീൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമല്ല, ഉണ്ടാക്കേണ്ടതില്ലാത്ത ഒരു ശക്തിക്കാണെന്ന് പറയുക അള്ളാഹു എന്ന് പറയുക. വളരെ റെലവൻ്റ് ആയ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദീർഘമായിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി വേറെ നിലക്ക് കൂടി ആലോചിക്കാം. ലാസ്റ്റ് പോയിന്റ്, അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം 987 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിൻ്റെ അർത്ഥം 87 മുമ്പ് എന്നെ ഉണ്ടാക്കി ആരും ഉണ്ടാകണം എന്നല്ലേ? ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നാലിന്ന കൊല്ലമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ കൊല്ലത്തിൻ്റെ മുമ്പേ നിങ്ങളെ ഉണ്ടാക്കിയാൽ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഇന്നയാർ ഉണ്ടാക്കിയല്ല, ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അള്ളാഹു ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ആരാണ് ഉണ്ടായിരുന്നത് എന്നല്ലേ? അതല്ല അതിൻ്റെ ആശയം. ആ ആശയം നീണ്ടു പോകും. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. എന്താ? അള്ളാഹുവിന് മുമ്പില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ചോദിച്ചതായിരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പ് വേറെ ആരാണുള്ളത് എന്ന് ചോദിക്കാൻ ലളിതമായ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹുവിന് എന്തില്ല? മുമ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ ആശയം? ഇപ്പോൾ സമയം 6:30 മണിയാവുന്നു. 6:30ക്ക് മുമ്പാണ് 6:15. കാസർഗോഡിൻ്റെ മുമ്പാണ് കാഞ്ഞങ്ങാട്. ഈ മുമ്പ് എന്ന് പറയുന്ന പദം അറബിയിൽ ഖബൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ ബിഫോർ, മുമ്പ്. ഈ സാധനം രണ്ട് കൺസെപ്റ്റിനോടാണ് ചേരുക. ഒന്നുകിൽ സ്ഥലത്തോട് അല്ലെങ്കിൽ സമയത്തോട്. 6:30 മുമ്പിലാണ് 6:15 എന്ന് പറഞ്ഞാൽ സമയത്തോടാണ് മുമ്പ് ചേർന്നത്. കാസർഗോഡിന്റെ മുമ്പാണ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തോടാണ് ഇത് ചേർന്നത്, മുമ്പ് ചേർന്നത്. ഈ സ്ഥലവും കാലവും എന്നുള്ളത് ആര് സൃഷ്ടിച്ചതാണ്? അള്ളാഹു സൃഷ്ടിച്ചതാണ്. മഖ്ലൂക്കാണ് എന്ത്? സ്ഥലവും കാലവും. അപ്പോൾ അള്ളാഹുവിന് എന്ത് ബാധകമല്ല? അള്ളാഹുവിന് സ്ഥലവും ബാധകമല്ല, അള്ളാഹുവിന് കാലവും ബാധകമല്ല. അതുകൊണ്ട് തന്നെ
അള്ളാഹുവിൻ്റെ മുമ്പ് വേറെ ആരും ഇല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന് എന്ത് പോലും ഇല്ല. അള്ളാഹുവിനൊരു മുമ്പ് പോലും ഇല്ല. മുമ്പ് ശേഷം തുടങ്ങിയ അളവുകളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷമാണ്. അവിടെ ഒരു ചോദ്യം വന്നു, പ്രപഞ്ചം എന്താണ് ഡിറ്റർമിനിസ്റ്റിക് ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത്. നമ്മുടെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിൻ്റെ ചോദ്യം ക്ലിയർ അല്ല, പക്ഷെ ആ ഒരു സംതിങ് ആ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം പ്രപഞ്ചം ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് അടുത്ത സെക്കൻഡിൽ സംഭവിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. നിയതമായ കാര്യകാരണങ്ങൾ കൊണ്ട് തീർച്ചയായും ഇന്നതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ, ന്യൂട്ടോണിക് ഫിസിക്സിൻ്റെ, ക്ലാസിക് ഫിസിക്സിൻ്റെ ആർഗ്യുമെൻ്റാണ് ഈ പറയുന്ന കൊസാലിറ്റി വാദപ്രകാരമുള്ള ഡിറ്റർമിനിസ്റ്റിക് പ്രപഞ്ചം. ആ പ്രപഞ്ച വ്യൂ പ്രകാരം പച്ചവെള്ളത്തിന് 100 ഡിഗ്രി ചൂടേറ്റാൽ അത് തിളച്ചിരിക്കണം. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം പച്ചവെള്ളത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടേറ്റാൽ തിളക്കാം, തിളക്കാതിരിക്കാം. അടുപ്പിൽ നിന്ന് തീ കത്തിക്കുമ്പോൾ വെള്ളവും വരാം, തീയും വരാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. നിയതമായിട്ടൊരു കൃത്യമായി ഇന്നതേ സംഭവിക്കൂ എന്ന് പറയാൻ ഒരിക്കലും വിശ്വാസപരമായി കഴിയില്ല. ഇപ്പൊ നോക്കൂ, എൻ്റെ നാവാണ്, വായയാണ് ഇപ്പോൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വായയുടെയും നാവിൻ്റെയും ആകെ അതുണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് 10 മൂലകങ്ങളും സംയുക്തങ്ങളുമാണ്. ഇതേ 10 മൂലകങ്ങളും സംയുക്തങ്ങളും കൊണ്ടുമാണ് കാലും ഉണ്ടാക്കിയത്, പടച്ചവൻ കയ്യും ഉണ്ടാക്കിയത്, കണ്ണും ഉണ്ടാക്കിയത്, എന്തും ഉണ്ടാക്കിയത്. അപ്പൊ എൻ്റെ വായയിൽ നിന്ന് ശബ്ദം വരാവുന്നത് പോലെ കാതിൽ നിന്നും അള്ളാഹുവിന് ശബ്ദം കൊണ്ടുവരാം, കണ്ണിൽ നിന്നും അള്ളാഹുവിന് ശബ്ദം കൊണ്ടുവരാം, കയ്യിൽ നിന്നും അള്ളാഹുവിന് ശബ്ദം കൊണ്ടുവരാം. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ പറയുന്നത്, പരലോകത്തെത്തിയാൽ വായ മിണ്ടില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും എന്നൊക്കെ പറയുന്നത് മീൻസ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീരെറിഞ്ഞപ്പോൾ കരിയണായിരുന്നു. പക്ഷെ പ്രപഞ്ചം ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കരിച്ചില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പത്നി അടുക്കളയിൽ പത്തിരി ചുട്ടുകൊണ്ടിരിക്കെ അടുപ്പിൽ ഊതുമ്പോൾ തീയായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ തീ വന്നില്ല. തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കമുണ്ടായ, ഉറവയുണ്ടായി. ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്. ഈ ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ് പ്രപഞ്ചം എന്ന് തന്നെയാണ് ക്ലാസിക്കൽ ഫിസിക്സിന്റെ, ന്യൂട്ടോണിക് ഫിസിക്സിന്റെ ശേഷമുള്ള ക്വാണ്ടം ഫിസിക്സ്. അല്ല, തീർച്ചയായും ആ സഹോദരനെ കൂട്ടിച്ചേർക്കാം, നമുക്ക് സമയം പോലെ പറയാം. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫിസിക്സിന്റെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഒന്നും നിയതമല്ല, എന്തും എവിടെയും എങ്ങനെയും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഇസ്ലാമിൽ പേടിപ്പിക്കലുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് തെറ്റാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയില്ല. ഇസ്ലാമിൽ ഇല്ലാത്തത് പറഞ്ഞിട്ട് പിന്നെ അത് ശരിയല്ല എന്ന് പറയുന്ന സമീപനം ശരിയല്ല. അതിനെ സ്ട്രോമാൻ ഫാലസി എന്ന് പറയും, വൈക്കോൽ മനുഷ്യൻ വാദം. ഇസ്ലാം അങ്ങനെയൊന്നും പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ ഇസ്ലാമിലുള്ള 114 ഖുർആനിലെ സൂക്തങ്ങളിൽ, അധ്യായങ്ങളിൽ 113 ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽ ഏറ്റവും സുന്ദരമായ, ദയാനിധിയും കരുണാവാരിധിയും കൃപാലുവും കരുണാമയനുമായ ആർദ്രനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരിലാണ് ആരംഭിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകന്റെ പേര് തന്നെ നബിയുൽ മർഹമ എന്നാണ്, കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് മുഴുവനും വസിയത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാത്തിനെയും വ്യാപിച്ചു എന്നാണ്. അള്ളാഹു ഒരു നിയമം കൊണ്ടുവരുന്നത് തന്നെ നമ്മളോട് കരുണയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും പേടിപ്പിച്ചിട്ടാണ് ഇസ്ലാമിനെ ഉണ്ടാക്കുന്നത് എന്ന വാദത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ സഹോദരൻ അങ്ങനെ എവിടെ നിന്നാണ് അങ്ങനെ മനസ്സിലാക്കിയത് എങ്കിൽ ഇസ്ലാം അങ്ങനെ പറയുന്നേ ഇല്ല. ആ 4 ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ട 4 ചോദ്യങ്ങൾ.